സഹോദരി സഹോദരന്മാരെ, സഹകാരി സുഹൃത്തുക്കളെ, സഹകരണ എക്സ്പോ 2022 കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇന്ന് തുടക്കമാവുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയൊരു പൂരത്തിൻ്റെതായ ആഘോഷ തിമിർപ്പോടെ തന്നെയാണ് സഹകരണ മേഖല ഈ എക്സ്പോ സംഘടിപ്പിച്ചിരിക്കുന്നത്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വ്യക്തതയോടെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇതിന് കഴിയുമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഈ എക്സ്പോ നല്ല രീതിയിൽ ഉപകരിക്കും. അതിലേറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായ മേഖലകളെക്കുറിച്ച് വിശദമായ ചർച്ച ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അതിലെ സെമിനാറുകൾ വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടെയാണ് സംഘടിപ്പിക്കാൻ ഇതിൻ്റെ ഭാഗമായി തയ്യാറായിട്ടത് എന്നത് സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ സഹകരണ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാന കാലത്ത് ഉദയം ചെയ്തതാണ്. ദേശീയ പ്രസ്ഥാന കാലത്ത് തുടക്കം കുറിച്ച സഹകരണ മേഖലയ്ക്ക് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ജനകീയ സ്വഭാവം തുടർച്ചയായി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത സഹകരണ മേഖലയ്ക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ സംശുദ്ധിയാണ്. അത് ഈ പാരമ്പര്യത്തിൽ നിന്ന് ലഭ്യമായതാണ്. നവോത്ഥാന കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ വന്ന പുതിയ ഉണർവ്, അതിൻ്റെ ഭാഗമായി വിവിധ മേഖലകളിൽ ഇതുപോലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ സഹകരണ രംഗത്ത് വലിയ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ക്രെഡിറ്റ് മേഖല ചെറിയ ഐക്യനാണയ സംഘം എന്ന രീതിയിലാണ് നേരത്തെ തുടക്കം കുറിച്ചത്. കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ആ സ്ഥാപനങ്ങൾ പിന്നീട് വലിയ തോതിൽ വളർന്നു വരുന്നതാണ് നാം കണ്ടത്. എപ്പോഴും ജനസേവനത്തിലാണ് സഹകരണ മേഖല ഊന്നൽ നൽകിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി നിലകൊള്ളുന്നത് എല്ലാ മേഖലയിലും സഹകരണ രംഗം വ്യാപിച്ചിരിക്കുന്നു എന്നതാണ്. ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹകരണ മേഖല ഒപ്പമുണ്ട് എന്നതാണ് വസ്തുത. നമ്മുടെ ജനജീവിതം അത്ര കണ്ട് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഹകരണ മേഖലയ്ക്ക് ഇത്ര വലിയ ജനപിന്തുണ ലഭ്യമാകുന്നത്. സഹകരണ മേഖലയ്ക്കെതിരെ
നിർഭാഗ്യകരമായ ചില നീക്കങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായി എന്നത് സഹകാരികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതിൽ സഹകരണ മേഖലയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ സഹകാരികൾ ഒന്നടങ്കം, സഹകരണ മേഖല ഒന്നടങ്കം യോജിച്ചു നിന്ന് അത്തരം നീക്കങ്ങളെ ചെറുക്കാൻ തയ്യാറായതുകൊണ്ടാണ്. ഇവിടെ സഹകരണ മേഖലയുടെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകൾ ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു മേഖലയാണ് സഹകരണ രംഗമെന്ന് കാണാൻ കഴിയും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത രണ്ട് മേഖലകൾ, ഒന്ന് പൊതുമേഖലയും മറ്റൊന്ന് സഹകരണ മേഖലയുമായിരുന്നു. വലിയ പ്രോത്സാഹനം രാജ്യത്താകെ, നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് സഹകരണ മേഖലക്ക് നൽകുന്ന നിലയുണ്ട്. ഇത് ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നത് വരെ നമ്മുടെ രാജ്യത്ത് തുറന്നു വന്നു. ആഗോളവൽക്കരണ നയം അംഗീകരിച്ചതിന് ശേഷം രാജ്യത്ത് അതേവരെയുള്ള സമീപനത്തിൽ പലതരം മാറ്റങ്ങളുണ്ടായി. അതിൽ പൊതുമേഖലയുടെ മാറ്റം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേരത്തെ ശക്തിപ്പെടുത്താനാണ് വലിയ ശ്രമങ്ങൾ ഉണ്ടായതെങ്കിൽ അതിനെ വലിയ തോതിൽ താഴോട്ട് അടിച്ചമർത്തുന്ന, സ്വകാര്യവൽക്കരിക്കുന്ന, ചിലതിനെ തീർത്തും ഇല്ലാതാക്കുന്ന നിലപാടുകളാണ് പിന്നീട് മെല്ലെ മെല്ലെ ഉയർന്നു വന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറെക്കുറെ പാരമ്യത്തിലെത്തി നിൽക്കുകയും ഇതേ അവസ്ഥ തന്നെയാണ് സഹകരണ മേഖലക്കും ഉണ്ടായത്. സഹകരണ മേഖല ആഗോളവൽക്കരണ നയം അംഗീകരിക്കുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന എല്ലാ കമ്മീഷനുകളും സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന നിർദ്ദേശങ്ങളായിരുന്നു സമർപ്പിച്ചിരുന്നത്. എന്നാൽ ആഗോളവൽക്കരണ നയം രാജ്യം അംഗീകരിച്ചതിന് ശേഷം വന്നിട്ടുള്ള എല്ലാ കമ്മീഷനുകളും സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങളല്ല മുന്നോട്ട് വെച്ചത്. അത്തരത്തിലുള്ള കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങൾക്കെതിരെ കേരളത്തിലെ സഹകാരികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചതും അതിനെ ചെറുത്തു നിന്നുമാണ്. ഇവിടെ ഒരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതയും സഹകാരികളെ ബാധിച്ചില്ല. സഹകരണ മേഖലയുടെ സംരക്ഷണം പ്രധാനമായി കണ്ടുകൊണ്ട് തന്നെയുള്ള വലിയ യോജിപ്പോടെയുള്ള ചെറുത്തുനിൽപ്പാണ് സഹകരണ മേഖല ഉയർത്തിക്കൊണ്ടുവന്നത്. ഇതുതന്നെയാണ് സംസ്ഥാന ഗവൺമെന്റുകളുടെയും സ്ഥിതി. നമുക്കറിയാം, കേരളത്തിൽ മാറി മാറി ഗവൺമെന്റുകൾ 2016 വരെ വന്നിരുന്നു. ആ മാറി മാറി വന്ന എല്ലാ ഗവൺമെന്റുകളും ഈ കാര്യത്തിൽ കേരളത്തിൻ്റെ സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചു വന്നത്. ഇപ്പോൾ 2016 തൊട്ടുള്ള ഗവൺമെന്റും ഇപ്പോഴുള്ള ഗവൺമെന്റും അതേ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതുമാണ്.
ഇതുകൊണ്ടാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് വലിയ പോറലേൽക്കാതിരുന്നത്. എന്നാൽ പോറലേൽപ്പിക്കാനുള്ള സഹകരണ മേഖലയ്ക്കെതിരെയുള്ള ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു എന്നത് നാം ജാഗ്രതയോടെ കാണേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സഹകാരികൾ നല്ല ജാഗ്രത പുലർത്തേണ്ടതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വിവിധ സഹകരണ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ സംഭാവനകളാണ് നൽകുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ആഘോഷങ്ങൾ വരുമ്പോൾ നമ്മുടെ ഓണമായാലും ക്രിസ്മസ് ആയാലും റമദാനായാലും ഏത് ഘട്ടമായാലും അത്തരം ഘട്ടങ്ങളിൽ പൊതുമാർക്കറ്റിലുണ്ടാകുന്ന വിലയുടെ കുതിച്ചുകയറ്റം അതിനെ ഒരു പരിധിയോളം തടുത്തു നിർത്തുന്നതിന് സഹകരണ ഇടപെടൽ വലിയ സഹായകമാവുന്നു. അതിൻ്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡ് അവർ നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമായി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഉപഭോക്താക്കളെ സഹായിക്കുന്നതാണ്. വിവിധ മേഖലകളിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ ആരോഗ്യ മേഖലയിൽ സർക്കാർ ആശുപത്രികൾ കഴിഞ്ഞാൽ പിന്നീട് എവിടെയൊക്കെ സഹകരണ ആശുപത്രികളുണ്ടോ ആ സഹകരണ ആശുപത്രികളെ സമീപിക്കാനാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ താല്പര്യം. എന്നാൽ സഹകരണ മേഖലയുടെ കഴിവിനനുസരിച്ച് സഹകരണ ആശുപത്രികൾ വ്യാപകമായിട്ടില്ല എന്നൊരു കുറവ് നിലനിൽക്കുന്നുണ്ട്. ഉള്ളത് നല്ല തോതിൽ തന്നെ പ്രവർത്തിക്കുന്നു. അതിന് വലിയ പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നു എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേരളത്തിലെ സഹകരണ മേഖല എങ്ങനെയെല്ലാം ഇടപെടുന്നു എന്നത് നാടിൻ്റെ അനുഭവത്തിലുള്ളതാണ്. നാം ഈ കഴിഞ്ഞ കാലത്ത് ഒട്ടേറെ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്ന ഒരു നാടാണ്. നമ്മുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം നമുക്ക് അനുഭവിക്കേണ്ടി വന്നു. നിരവധി കഷ്ടനഷ്ടങ്ങളാണ് ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് വീട് നഷ്ടപ്പെട്ടു. ആ വീട് പുനർനിർമ്മിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനം സർക്കാർ ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ കൂടെ നല്ല മുൻകൈയോടെ കേരളത്തിലെ സഹകരണ മേഖല വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായി നിശ്ചയിച്ചതിലും കൂടുതൽ വീടുകളാണ് സഹകരണ മേഖലക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട നടപടികൾ സഹകരണ മേഖല തുടരുകയാണ്. അതായത് സമൂഹത്തോട്, സമൂഹത്തിലെ പാവപ്പെട്ടവരോട് എത്രമാത്രം പ്രതിബദ്ധത നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കാണിക്കാൻ കഴിയുന്നു എന്നതിൻ്റെ ഉദാഹരണമായാണ് ഇതിനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ലൈഫിൻ്റെ ഭാഗമായി കൊടുക്കുന്ന വീടുകൾ, ആ വീടുകളിൽ ഒരു ഭാഗം നൽകാൻ തങ്ങൾ സന്നദ്ധമാണ് എന്ന നിലപാട് സ്വീകരിച്ച് ഭവന സമുച്ചയം നിർമ്മിക്കാനുള്ള നടപടികളിലേക്കാണ് സഹകരണ മേഖല ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. കെയർ ഹോം എന്ന
പേരിട്ടുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ രംഗത്ത് സഹകരണ മേഖല പ്രവർത്തിച്ചു വരുന്നത്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കേരളത്തിലെ സഹകരണ മേഖലക്കല്ലാതെ മറ്റൊരു കൂട്ടർക്കും നമ്മുടെ രാജ്യത്ത് നടത്താൻ കഴിയില്ല എന്ന വസ്തുതയാണ്. അത് തന്നെ ചില ഘട്ടത്തിൽ ഒരു വിനയായി മാറുന്നു എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നാം നേടിയ നേട്ടങ്ങൾ അത് മറ്റു ചില പ്രശ്നങ്ങളുടെ ഭാഗമായി നമുക്ക് വിനയായി മാറ്റാനുള്ള ദുരുപദിഷ്ടമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിൽ ജാഗ്രത പാലിച്ചു പോകാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞ കോവിഡ് മഹാമാരിയുടെ ഘട്ടം വലിയ തോതിലുള്ള ഇടപെടലാണ് ജനങ്ങളാകെ കോവിഡ് മഹാമാരിയെ നേരിടുന്നതിന് നടത്തിയത്. സഹകരണ മേഖലയും നല്ല പങ്കാണ് അതിൽ വഹിച്ചത്. അതിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് വലിയ തോതിൽ ഇടപെടാനും ആശ്വാസം നൽകാനും സഹകരണ മേഖലയ്ക്ക് കഴിയുകയുണ്ട്. സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഏത് കാര്യം പറഞ്ഞാലും അതിൻ്റെ മുന്നിൽ സഹകരണ മേഖലയെ കാണാൻ നമുക്ക് കഴിയുന്നു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക അഭിവൃദ്ധിയുടെ കാര്യത്തിൽ വലിയ ഇടപെടലാണ് സഹകരണ മേഖലയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കാർഷിക അഭിവൃദ്ധി കൃഷി വകുപ്പും സഹകരണ വകുപ്പും തദ്ദേശ ഭരണ വകുപ്പും വ്യവസായ വകുപ്പും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ വലിയ തോതിൽ ഇടപെട്ട് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. കാർഷിക രംഗത്തുണ്ടാകുന്ന അഭിവൃദ്ധി മാത്രമല്ല, കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ്, അങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ സഹകരണ മേഖലയ്ക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. വിവിധ രീതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രശ്നങ്ങളിലും വലിയ തോതിലുള്ള ഇടപെടൽ സഹകരണ മേഖലയുടെ ഭാഗത്തുണ്ടാവുകയാണ്. അത്തരമൊരു ഘട്ടത്തിൽ നടക്കുന്ന ഈ എക്സ്പോ തീർച്ചയായും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പഠനാർഹമായ രീതിയിൽ സഹകരണ മേഖലയുടെ നേട്ടങ്ങൾ, സഹകരണ മേഖല നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ തോതിൽ ഇത് ഉപകരിക്കും. അത് ആ തരത്തിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ ഘട്ടത്തിൽ വളരെ കൂടുതലായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ ഏറ്റവും കരുത്തുറ്റ ഒരു സമ്പദ് മേഖലയാണ് സഹകരണ മേഖല. ആ മേഖലയ്ക്ക് എല്ലാ ഘട്ടത്തിലും സർക്കാരിൻ്റെ സർവ്വവിധ പിന്തുണയും നൽകിയിട്ടുണ്ട്. തുടർന്നും അതുണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ എക്സ്പോക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.